ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ RP ഫാഷൻ ടെക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ, നമ്മുടെ സൂഫി സുജാത എന്ന മൂവിയിലെ സുജാതയുടെ ചുരിദാർ ഡിസൈനാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ആ ഡാൻസ് ചെയ്തതിൻ്റെ അനിയത്തിയാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 4.5 മീറ്റർ ജോർജറ്റിൻ്റെ ഫാബ്രിക്കാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 3 മീറ്റർ സാറ്റിൻ്റെ ലൈനിങ് എടുത്തിട്ടുണ്ട്. ലൈനിങ് 3 മീറ്റർ തന്നെ മതിയാവും. ഇതിപ്പോൾ ഫുൾ ഫ്ലെയർ അംബ്രല്ല ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മൂവിയിൽ പാനൽഡ് കുർത്തിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഫുൾ ഫ്ലെയർ അംബ്രല്ല കുർത്തി ചെയ്യാമെന്ന്. അത് നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ സ്കർട്ട് പാർട്ട് കട്ട് ചെയ്യാനായിട്ട് വേസ്റ്റ് റേഡിയസ് കാണണം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ വേസ്റ്റിൻ്റെ അവിടുത്തെ വണ്ണം എത്രയാണോ അതിൽ നിന്നൊരു 3 ഇഞ്ച് നമുക്ക് ലൂസിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 3 ഇഞ്ച് 2 സൈഡിലേക്കും തയ്യൽ തുമ്പിനും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ വേസ്റ്റിൻ്റെ വണ്ണത്തിൽ നിന്ന് 6 ഇഞ്ച് ടോട്ടലി കൂട്ടുക. എന്നിട്ട് 1 ഇഞ്ച് നമ്മൾ മൈനസ് ചെയ്യുക. അതെന്തിനാന്ന് വെച്ചാൽ ഈ ഒരു ഫുൾ സർക്കിൾ അംബ്രല്ലയാണല്ലോ. അപ്പോൾ ആ ഒരു വലിച്ചിൽ തുണി ഇങ്ങനെ സർക്കിളിൽ കട്ട് ചെയ്യുമ്പോൾ ഉള്ള ഒരു വലിച്ചിൽ ഒഴിവാക്കാനായിട്ട് നമ്മൾ 1 ഇഞ്ച് മൈനസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കിട്ടുന്നതിനെ നമ്മൾ 6.28 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്രയാണോ കിട്ടുന്നത് അതാണ് നമ്മുടെ വേസ്റ്റ് റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി ഇത് തുണിയിലേക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ തുണി ഇതുപോലെ 4 ആക്കിയാണ് മടക്കി ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ ടോട്ടൽ 4.5 മീറ്റർ ആണ് തുണി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈഡ് എന്ന് വെച്ചാൽ ഫോൾഡഡ് സൈഡാണ്, 4 ആക്കി മടക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ ലെങ്തിനനുസരിച്ച് ഇതുപോലെ മടക്കി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ബാലൻസ് ഉള്ള തുണിയിൽ നമുക്ക് മുകളിലെ പാർട്ട് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഈ ലെങ്ത് എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വേസ്റ്റ് റേഡിയസ് പ്ലസ് നമ്മുടെ സ്കർട്ട് പാർട്ടിന് എത്ര ലെങ്ത് വേണോ അതും കൂടെ ചേർത്തിട്ട് വേണം ഇതുപോലെ മടക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ എനിക്ക് 31 ഇഞ്ച് ലെങ്തും പിന്നെ ഒരു 5.5 ഇഞ്ച് വേസ്റ്റ് റേഡിയസും, ഇപ്പോൾ 36 ഇഞ്ചിലാണ് ഞാനിതുപോലെ 4 ആക്കി മടക്കി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ നമുക്ക് കിട്ടിയ വേസ്റ്റ് റേഡിയസ് 5.5 ഇഞ്ച് ആ ഒരു ഫോൾഡഡ് സൈഡിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ 5.5 ഇഞ്ച് ഇതുപോലെ ടേപ്പ് ഓരോരുത്തും വെച്ച് ഈ ഒരു സർക്കിളിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ടോട്ടൽ തുണി എത്ര വേണമെന്നറിയാനായിട്ട് നമ്മുടെ വേസ്റ്റ് റേഡിയസ് പ്ലസ് ടോട്ടൽ ലെങ്ത് എന്നിട്ട് അതിനെ ഇൻറ്റു 4 ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ 4 ആയിട്ടാണല്ലോ മടക്കുന്നത്. അപ്പോൾ 4 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സ്കർട്ട് പാർട്ടിന് എത്ര ലെങ്ത് വേണം എന്നുള്ളത് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് തുണി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫസ്റ്റ് സർക്കിൾ 5.5 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്തു. ഇനി താഴത്തേക്ക് ഉള്ള ലെങ്ത് എന്ന് പറഞ്ഞാൽ 30 ഇഞ്ചാണ്. അപ്പോൾ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ട് 31 ഇഞ്ചാണ് ലെങ്ത് വരുന്നത്. അപ്പോൾ 31 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് നമുക്ക് വരച്ചെടുക്കാം. അപ്പോൾ ഒന്നുകിൽ ഈ ഒരു ഫസ്റ്റ് സർക്കിളിൻ്റെ അവിടെ നിന്ന് 31 ഇഞ്ച് താഴത്തേക്ക് ഓരോരുത്തരും ടേപ്പ് വെച്ച് മാർക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു 5.5 ഇഞ്ച് നമ്മൾ ടോട്ടൽ ലെങ്തും കൂടെ ചേർത്തിട്ട് മുകളിൽ നിന്ന് നമുക്ക് മാർക്ക് ചെയ്യാം. അതാണ് ഒന്നുകൂടെ നന്നായിട്ട് കിട്ടുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഇതുപോലെ ടേപ്പ് മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു പിൻ ഇതുപോലെ കുത്തി കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ഒരു പിൻ കുത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോരുത്തും ഇങ്ങനെ റൗണ്ടിന് തന്നെ വെച്ചിട്ട് ആ ഒരു കറക്റ്റ് സർക്കിളിൽ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഒരാൾ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സ്കർട്ട് പാർട്ടിൻ്റെ ലെങ്ത് 31 ഇഞ്ച്, മുകളിൽ ആ ഒരു റേഡിയസ് എന്ന് പറയുന്നത് 5.5 ഇഞ്ച്. അപ്പോൾ ടോട്ടൽ 36 ഇഞ്ചിലാണ് നമ്മളിപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചുറ്റിനും മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പിന്നെടുത്ത് മാറ്റാം. കണ്ടോ, ഇതുപോലെ നമ്മൾ ഫുൾ ഇങ്ങനെ വരച്ചെടുക്കുക. അതിന് ശേഷം ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്കർട്ട് പാർട്ടിനുള്ള മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് പാർട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. കണ്ടോ, ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ലൈനിങ് പാർട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ സ്കർട്ട് പാർട്ട് നമ്മൾ ഫുൾ സർക്കിളായിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ലൈനിങ് നമ്മൾ ഹാഫ് സർക്കിളായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ 2 ആയിട്ടാണ് മടക്കിയിട്ട് കൊടുക്കേണ്ടത്. നേരത്തെ നമ്മൾ 4 ആയിട്ടാണല്ലോ മടക്കിയത്. ഇപ്പോൾ 2 ആയിട്ട് മടക്കിയിട്ട് നമ്മൾ നേരത്തെ ഫുൾ സർക്കിളിന് വേണ്ടി 5.5 ഇഞ്ചാണല്ലോ മാർക്ക് ചെയ്തത്. അപ്പോൾ ഇത് അതിൻ്റെ ഇരട്ടി എടുത്ത് മാർക്ക് ചെയ്യുക. അപ്പോൾ 5.5 ഇഞ്ചിൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് 11 ഇഞ്ച്. അപ്പോൾ 11 ഇഞ്ചിൽ നമുക്കിതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഹാഫ് സർക്കിൾ എന്ന് പറയുമ്പോൾ നമുക്ക് തുണി 2 ആയിട്ട് മടക്കി എടുത്താൽ മതി. നമുക്ക് എത്ര ലെങ്ത് വേണോ അതിനനുസരിച്ച് തുണി മടക്കി എടുക്കുക.
ഞാനിപ്പോൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട്. ഈ ഒരു സൈഡ് ഓപ്പൺ സൈഡാണ് കേട്ടോ വരുന്നത്. ലൈനിങ്ങിന് ഞാനിവിടെ 30 ഇഞ്ചാണ് ലെങ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു 30ഉം 11ഉം 41 ഇഞ്ചിൽ നമുക്ക് മുകളിൽ ടേപ്പ് ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ പിൻ കുത്തി വെച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ 41 ഇഞ്ച് ചുറ്റിനും മാർക്ക് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഫുൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹാഫ് സർക്കിളിലാണ് കട്ട് ചെയ്താലും അത്യാവശ്യം നല്ല ഫ്ലെയറിന് തന്നെ നമുക്ക് ലൈനിങ് കിട്ടും. കണ്ട ഒരു വേസ്റ്റിൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്കർട്ട് പാർട്ട് കട്ട് ചെയ്ത് ബാലൻസ് വരുന്ന ലൈനിങ് തുണിയിൽ നിന്ന് മുകളിലേക്കുള്ളത് കട്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ തുണി ഇങ്ങനെ ഒന്ന് 4ആക്കി മടക്കി കൊടുക്കുക. ബാക്കി വരുന്ന തുണിയിലെ ഇതിൽ നമ്മൾ സ്ലീവ്സിൽ ലൈനിങ് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതുപോലെ 4ആയിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം ഇവിടെ യോക്കിൻ്റെ ലെങ്ത് വേണ്ടത് എനിക്ക് 15 ഇഞ്ചാണ്. അപ്പോൾ 1 ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പും കൂടെ ചേർത്തിട്ട് 16 ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് താഴെ ജസ്റ്റ് ഇതുപോലെ ഒരു മാർജിൻ ലൈൻ കൊടുക്കാം, കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പ് കറക്റ്റ് ലെവലിൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി മുകളിൽ നിന്ന് ലെങ്ത് 16 ഇഞ്ച് മാർക്ക് ചെയ്തു. നമ്മുടെ ഷോൾഡറിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 6.5 ഇഞ്ചാണ്. 6.5 ഇഞ്ച് വിഡ്ത്ത് മാർക്ക് ചെയ്തു. അവിടെ നിന്ന് താഴത്തേക്ക് ആം ഹോളിൻ്റെ ലെങ്തും 6.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ചെസ്റ്റ് അടയാളപ്പെടുത്താം. ചെസ്റ്റ് 9 ഇഞ്ചാണ് കേട്ടോ. 9 ഇഞ്ച് ചെസ്റ്റ് മാർക്ക് ചെയ്തു. 1.5 ഇഞ്ച് അവിടെ തയ്യൽ തുമ്പ് കൊടുത്തു. ഈ വേസ്റ്റിൻ്റെ അവിടെ നമുക്ക് 8 ഇഞ്ച് മാർക്ക് ചെയ്യാം. വേസ്റ്റിൻ്റെ മൊത്തത്തിലുള്ള വണ്ണം എന്ന് പറയുന്നത് 29ആണ്. അപ്പോൾ ഒരു 3 ഇഞ്ച് ലൂസും കൂടെ ചേർത്തിട്ട് നമുക്ക് 32 കിട്ടും. അങ്ങനെയാണ് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 8 ഇഞ്ച് വേസ്റ്റിൻ്റെ അവിടെ വണ്ണം കിട്ടുന്നത്. ഇനി ഇവിടെ വേസ്റ്റിൻ്റെ അവിടെ നമുക്ക് 1 ഇഞ്ച് ഒന്ന് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി 1.5 ഇഞ്ച് നമ്മുടെ കൈക്കുഴിയുടെ അവിടെ ഇതുപോലെ മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് കൈക്കുഴിയുടെ ആ ഒരു ഷേപ്പ് വരച്ചെടുക്കാം. പിന്നെ ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് നമുക്ക് ഫ്രണ്ട് കൈക്കുഴിയും കൂടെ കുഴിച്ചതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്ക് നെക്ക് അടയാളപ്പെടുത്താം. നെക്ക് വിട്ട് ഞാനിവിടെ 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 6 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ 6 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്ക് നെക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 5 ഇഞ്ചുമാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ 5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ വിട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു ബോക്സ് പോലെ വരച്ചെടുത്തിട്ട് നെക്കിൻ്റെ ഷേപ്പ് കൊടുക്കാം. ഞാനിപ്പോൾ ക്യാൻവാസ് ഒന്നും യൂസ് ചെയ്യാതെയാണ് നെക്ക് ചെയ്യുന്നത്. കാരണം ഫ്രണ്ട് നെക്കിൽ ചെറുതായിട്ടൊരു ബീഡ്സ് വർക്ക് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ക്യാൻവാസ് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ നെക്കിൽ പ്രത്യേകിച്ച് വർക്കൊന്നും കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ക്യാൻവാസ് യൂസ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ബാക്ക് ആം ഹോളിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ യോക്ക് പാർട്ടിനുള്ള ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് നമ്മുടെ മെയിൻ ക്ലോത്ത് കൂടെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് മെയിൻ ക്ലോത്തിൽ നമ്മൾ സ്കർട്ട് പാർട്ട് കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് തുണിയിൽ നിന്ന് നമുക്ക് നേരത്തെ മടക്കി കൊടുത്ത പോലെ തന്നെ 4ആക്കി മടക്കി കൊടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് 4ആക്കി മടക്കിയിട്ട് നമുക്ക് ഈ ലൈനിങ് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ മെയിൻ ക്ലോത്തും കട്ട് ചെയ്തെടുത്തു. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ബാക്ക് പാർട്ട് മാറ്റുക. ലൈനിങ്ങും അതുപോലെ തന്നെ മെയിൻ ക്ലോത്തിൽ നിന്നും ബാക്ക് പാർട്ട് മാറ്റിയിട്ട് ഫ്രണ്ട് നെക്കും അതുപോലെ തന്നെ ആം ഹോളും കൂടെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് മെയിൻ ക്ലോത്തിൽ നിന്ന് ബാലൻസ് വരുന്ന തുണി, നമ്മൾ യോക്ക് കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് തുണി ഉണ്ടാവില്ലേ, അതിൽ നമുക്ക് സ്ലീവ്സിനുള്ളത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു മീഡിയം സൈസ് അളവൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ചെസ്റ്റ് സൈസ് എന്ന് പറയുന്നത് 38-40 ഇഞ്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫുൾ ഫ്ലെയർ അംബ്രല്ല കുർത്തി സ്റ്റിച്ച് ചെയ്യാനായിട്ട്
4.5 മീറ്റർ തുണി തന്നെ മതിയാവും. അപ്പോൾ നമുക്ക് സ്ലീവ്സിൻ്റെ ലെങ്ത് നോക്കാം. സ്ലീവ്സിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 22 ഇഞ്ചാണ്. അപ്പോൾ 1 ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ ചേർത്തിട്ട് 23 ഇഞ്ചിൽ ലെങ്ത് മാർക്ക് ചെയ്തു. തുണി നമ്മളിത് 4ആയിട്ട് മടക്കിയിട്ടിട്ട് അതുപോലെ ലെങ്ത് മാർക്ക് ചെയ്തു. ഇനി നമ്മുടെ സ്ലീവിൻ്റെ വണ്ണം എന്ന് പറയുന്നത് 7 ഇഞ്ചാണ്. അപ്പോൾ 1 ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ ചേർത്തിട്ട് 8 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. 3.5 ഇഞ്ച് താഴത്തേക്കുള്ള ഒരു ആം ഹോളിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്തു. ഇനി താഴത്തെ കൈയുടെ വണ്ണം എന്ന് പറയുന്നത് 3.25 ഇഞ്ചാണ്. അപ്പോൾ 1 ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ ചേർത്തിട്ട് ഇതുപോലെ മാർക്ക് ചെയ്യാം. ഇനി കൈയുടെ വണ്ണത്തിൻ്റെ അവിടെ 1 ഇഞ്ച് തയ്യൽത്തുമ്പ് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു സ്ലീവിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇതുപോലെ ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴ്ന്ന് ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ടൊരു ലൈൻ കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈയുടെ ഓരോ അളവും കറക്റ്റായിട്ട് നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് ഇതുപോലെ ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ സ്ലീവ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. പിന്നെ ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ചുകൂടെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കട്ടിംഗ് പാർട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നെക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്തേക്ക് ഇതുപോലെ ലൈനിങ് വെച്ചിട്ട് നമുക്കൊരു 1/4 ഇഞ്ച് വിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നിങ്ങൾ ക്യാൻവാസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ജസ്റ്റ് ഒരു കട്ടിങ് കൊടുക്കണം നെക്കിന് ചുറ്റായിട്ട്. ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇതുപോലെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് അകത്തേക്ക് മടക്കി ഒരു സ്റ്റിച്ച് കൂടെ അരികിലൂടെ കൊടുക്കുന്നില്ല. കാരണം നമ്മൾ നെക്കിൽ ചെറുതായിട്ടൊരു ബീഡ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു സ്റ്റിച്ച് അവിടെ വരാതിരിക്കുന്നതായിരിക്കും ഒന്നുകൂടെ കാണാനായിട്ട് നല്ലത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടെ ചുറ്റിനും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നെക്കിൽ പ്രത്യേകിച്ച് ഡിസൈനൊന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാൻവാസ് യൂസ് ചെയ്ത് നെക്ക് ചെയ്യാം. അല്ലെങ്കിൽ ജസ്റ്റ് പൈപ്പിംഗ് വേണമെങ്കിൽ പൈപ്പിംഗ് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ടും കൂടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്കും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. പിന്നെ ബാക്കിൽ നമ്മൾ കെട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതുപോലെ ലൈനിങ് ഇതിൻ്റെ മുകളിലേക്ക് നല്ല മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്തേക്ക് ലൈനിങ് ഇതുപോലെ വെച്ചിട്ട് ഒരു 3 ഇഞ്ചിന് താഴത്തേക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 വള്ളി വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇപ്പോൾ അത് കാണിക്കാത്തത്. ഒത്തിരി ലെങ്തായി പോവും വീഡിയോ. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ടൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഉള്ളിലേക്ക് ഇതുപോലെ ഈ ഒരു വള്ളി വയ്ക്കാം. എന്നിട്ട് നമുക്ക് 1/4 ഇഞ്ച് വിട്ട് സാധാരണ നെക്ക് ചെയ്യുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. രണ്ടറ്റത്തും ഇതുപോലെ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ വയ്ക്കുമ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ ഒരു കെട്ട് അവിടെ ഇരുന്നോളും, അങ്ങ് ഇളകി പോരത്തൊന്നുമില്ല. അതുപോലെ തന്നെ സ്റ്റിച്ച് പുറമേ നോക്കുമ്പോൾ അതിങ്ങനെ കാണത്തുമില്ല. ഇനി നേരത്തെ ചെയ്ത പോലെ ഇതുപോലെ കട്ടിങ് കൊടുക്കാം. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കണം. അപ്പം ഇതുപോലെ ലൈനിങ് ഇതുപോലെ മാറ്റി വയ്ക്കുക. ഇനി നല്ല വശങ്ങൾ ഒരുമിച്ച് വരുന്ന രീതിക്ക് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം. കണ്ടോ, ആ ഒരു അറ്റത്ത് ചേർന്ന് തന്നെ വയ്ക്കുക. ഒട്ടും ഗ്യാപ്പ് വരാതെ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു 1/2 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ ആ ഒരു കഴുത്തിൻ്റെ അവിടേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ 2 സൈഡും ഇതുപോലെ ഒരു 1/2 ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇനി നമുക്ക് തുണി അകത്തേക്ക് ഇതുപോലെ മടക്കി കൊടുക്കുക. ഇനി ബാക്ക് നെക്ക് അരികിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചുരിദാർ ഫുള്ള് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാക്കിൽ കെട്ട് വയ്ക്കുന്നതിനെക്കാട്ടിലും ഒന്നുകൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ അരികിലൂടെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ ബാക്ക് സൈഡും ഇതുപോലെ തന്നെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടെ ഫുൾ അറ്റാച്ച് ചെയ്ത് എടുക്കുക.
അപ്പോൾ ഇതുപോലെ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സ്ലീവ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ സ്ലീവ് വയ്ക്കുന്നതിനെക്കാട്ടിലും മുന്നേ നമ്മൾ സ്ലീവിൻ്റെ അറ്റത്തൊരു ബോർഡർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഇഞ്ച് വീതിക്ക് തുണി ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്കൊരു 1/4 ഇഞ്ച് വിട്ടിട്ട് തുണിയുടെ നമ്മുടെ സ്ലീവിൻ്റെ ചീത്ത വശത്തേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു 1/4 ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നല്ല വശത്തേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കൊരു 1/2 ഇഞ്ച് വീതിക്ക് ഇതുപോലെ ഒരു ബോർഡർ കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ സ്കർട്ട് പാർട്ടിൻ്റെ ആ ഒരു ബോട്ടത്തിൽ ഫുള്ളായിട്ട് നമ്മൾ ചുറ്റിനും ബോർഡർ വെക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. അപ്പം ആ ഒരു ബോർഡർ വരുമ്പോൾ കാണാൻ ഒരു കുർത്തി നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു ഫുൾ ഫ്ലെയറിൽ ചുറ്റിനും ബോർഡർ വരുമ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ നമുക്കിനി സ്ലീവ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ സ്ലീവിൻ്റെ സെൻറ്ററും അതുപോലെ തന്നെ ഷോൾഡറിൽ നിന്ന് ഇതുപോലെ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്ലീവ് ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ കുഴിച്ച് കട്ട് ചെയ്ത ഭാഗം ഫ്രണ്ടിൽ തന്നെ വരുന്ന രീതിക്ക് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു അറ്റത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക, അവിടെ നിന്ന് തിരിച്ച് അപ്പുറത്തെ അറ്റം വരെയും സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് മിഡിലിൽ കൊണ്ടുവന്ന് ഇതുപോലെ നിർത്താം. ഇതുപോലെ 2 സ്ലീവും ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ മുകളിലെ പാർട്ടിൽ സ്റ്റിച്ചിങ് ഇത്രയേ ഉള്ളൂ. 2 സ്ലീവും ജോയിൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇനി നമുക്ക് സ്കർട്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ലൈനിങ്ങിൻ്റെ സെൻറ്റർ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. 2ആക്കി മടക്കിയിട്ട് ലൈനിങ്ങിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ മെയിൻ ക്ലോത്തിൻ്റെയും സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം ലൈനിങ്ങും അതുപോലെ തന്നെ ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്തെടുക്കാം. സെൻറ്ററിൽ നിന്ന് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് മെയിൻ ക്ലോത്ത് ഫുൾ സർക്കിളായിട്ടും ലൈനിങ് ഹാഫ് സർക്കിളുമായിട്ടാണ്. കണ്ടോ, കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ വേരിയേഷനൊന്നും വന്നിട്ടില്ല. കണ്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്കർട്ട് പാർട്ടിന് ഫുൾ സർക്കിൾ എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ ഇരട്ടി വേണം ലൈനിങ്ങിൽ നമ്മൾ 2ആയിട്ട് തുണി മടക്കിയിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ യോക്ക് പാർട്ടും ഈ സ്കർട്ട് പാർട്ടുമായിട്ട് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഈ ഒരു മുകളിലെ പാർട്ടിൻ്റെയും സെൻറ്റർ ഇതുപോലെ മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ സ്ലീവ്സൊക്കെ ജോയിൻ ചെയ്യുന്ന പോലെ തന്നെ സെൻറ്ററിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സെൻറ്ററിൽ നിന്ന് ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക, അവിടുന്ന് തിരിച്ച്. അവിടുന്ന് ഈ ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് സ്ലീവ്സൊക്കെ ജോയിൻ ചെയ്യുന്ന പോലെ തന്നെ യോക്കും അതുപോലെ തന്നെ സ്കർട്ട് പാർട്ടും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ 2 സൈഡും ഇതുപോലെ തന്നെ ജോയിൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് സ്ലീവ്സ് ഫുൾ സ്ലീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ സൈഡും അളവുകൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. മുകളിൽ നിന്ന് ഞാനൊരു 6 ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്തിട്ട് അവിടുത്തെ വണ്ണം 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ 3/4 സ്ലീവൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എത്രയാണോ ലെങ്ത് കൊടുക്കുന്നത്, ഞാനിപ്പോൾ ഒരു 15.5 ഇഞ്ചിന് ലെങ്ത് മാർക്ക് ചെയ്തിട്ട് അവിടുത്തെ വണ്ണവും ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. ഞാനിപ്പോൾ അവിടെ ഒരു 4.5 ഇഞ്ച് വണ്ണം മാർക്ക് ചെയ്തു. ഇനി കൈയുടെ ബോട്ടത്തിൽ 3.25 ഇഞ്ചിലാണ് അവിടെ വണ്ണം, അതനുസരിച്ച് മാർക്ക് ചെയ്തിട്ട് ഇനി നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു സ്ലീവ്സിൻ്റെ വണ്ണം കറക്റ്റ് ഫിറ്റിങ്ങിൽ തന്നെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് താഴ്ന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ ഷേപ്പ് ചെയ്യുന്നതൊക്കെ നമ്മൾ സാധാരണ അംബ്രല്ല കുർത്തി ചെയ്യുന്ന പോലെ തന്നെയാണ്. സ്കർട്ട് പാർട്ടിൻ്റെ ലൈനിങ്ങും നമ്മൾ മെയിൻ ക്ലോത്തും കൂടെ സെപ്പറേറ്റ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു വേസ്റ്റിൻ്റെ അവിടെ കൊണ്ടുവന്ന് സ്റ്റിച്ച് ചെയ്ത് നിർത്താം. എന്നിട്ട് മുകളിൽ നിന്നൊരു താഴത്തേക്ക് 3 ഇഞ്ചിൽ ഇറക്കത്തിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ഒരു 3 ഇഞ്ച് ഇറക്കത്തിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെ കൊണ്ടുവന്ന് കെട്ടിട്ട് നിർത്താം. ഇതുപോലെ കെട്ടിട്ട് നിർത്തിയിട്ട് നമുക്ക് ഈ ഒരു ലൈനിങ് ഉള്ളിലേക്ക് മാറ്റിയിട്ട് മെയിൻ ക്ലോത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, 2 സൈഡിൽ നിന്നും ബാക്കിൽ നിന്നും ആ ഫ്രണ്ടിൽ നിന്നും ലൈനിങ് ഇതുപോലെ 2 സൈഡിലേക്ക് മാറ്റുക. എന്നിട്ട് ആ കെട്ടിട്ട് നിർത്തിയില്ലേ ആ സ്റ്റിച്ചിൻ്റെ മുകളിൽ ഒരു 1/2 ഇഞ്ച് മുകളിൽ നിന്ന് നമുക്ക് ചേർത്ത് ഈ ഒരു മെയിൻ ക്ലോത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അറ്റം വരെയും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് നേരത്തെ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയില്ലേ അവിടെ ഇതുപോലെ ഒന്ന് കട്ടിങ് കൊടുക്കാം.
സ്റ്റിച്ചിൽ കൊള്ളാതെ അറ്റം വരെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇനി നമ്മുടെ മെയിൻ ക്ലോത്ത് ഉള്ളിലേക്ക് ആക്കിയിട്ട് ലൈനിങ്ങിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ലൈനിങ് ഫുൾ അറ്റം വരെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സിൻ്റെ അവിടെ നിന്ന് ഒരു സ്റ്റിച്ചും കൂടെയും കൊടുക്കാം. ഒരു 4 ഇഞ്ച് വിട്ട് ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ മറ്റേ സൈഡും അപ്പുറത്തെ സൈഡിലും ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ലൈനിങ്ങും അതുപോലെ തന്നെ മെയിൻ ക്ലോത്തും കൂടെ സെപ്പറേറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഒരു ഫ്ലെയർ നല്ല കറക്റ്റായിട്ട് കിട്ടും. ആ ഒരു സൈഡിൽ ഒരു വലിച്ചിലൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ എപ്പോഴും അംബ്രല്ല കുർത്തിയൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്ക് ലൈനിങ് താഴെ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തെടുക്കാം. ഇതുപോലെ ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ മെയിൻ ക്ലോത്തിൻ്റെ ബോട്ടത്തിൽ ബോർഡർ വയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 മീറ്ററാണ് കേട്ടോ തുണി എടുത്തിരിക്കുന്നത്. കുറച്ച് ഞാൻ കട്ട് ചെയ്തു. അപ്പോഴാണ് ഞാൻ ഈ ക്രോസ് പീസ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചില്ലല്ലോ എന്ന് ഓർത്തെ. അപ്പോൾ ഒരു 2 ഇഞ്ച് വീതിയിൽ ഇതുപോലെ തുണി ഇങ്ങനെ ക്രോസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ 2 ഇഞ്ച് വീതിയിൽ ഒരു 1/2 മീറ്റർ തുണി ഏകദേശം ഒരു 3/4 ഭാഗത്തോളം എനിക്ക് വേണ്ടി വന്നു ബോർഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ച് അധികം കട്ട് ചെയ്തെടുക്കുക. ഇനി ഈ ക്രോസ് പീസുകൾ എങ്ങനെയാണ് ജോയിൻറ്റ് ചെയ്ത് എടുക്കേണ്ടതെന്ന് നോക്കാം. ഇതുപോലെ ക്രോസ് ആക്കി വെച്ച് കൊടുക്കുക. നമ്മൾ നേരെ വെച്ച് ജോയിൻ ചെയ്യരുത്, ക്രോസ് ആക്കി ജോയിൻ ചെയ്യുമ്പോഴാണ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ബാലൻസ് ഉള്ളത് കട്ട് ചെയ്യാം. കണ്ടോ, ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതുപോലെ എല്ലാ ക്രോസ് പീസും ജോയിൻ ചെയ്ത് എടുക്കുക. നിങ്ങൾക്ക് എത്ര ആ ഒരു ഫുൾ ഫ്ലെയർ ലെങ്ത് വേണോ അത്രയും ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുക. ഇനി നമുക്ക് ഇതുപോലെ മടക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ബോർഡർ വയ്ക്കാൻ ഒന്നുകൂടെ ഈസി ആയിരിക്കും. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ ചീത്ത വശത്തേക്ക് ഈ ബോർഡർ വെച്ച് കൊടുത്തിട്ട് ഒരു 4 ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം ബോർഡർ വയ്ക്കുമ്പോൾ ഒട്ടും വലിച്ച് പിടിക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ബോർഡർ വയ്ക്കാനായിട്ട് എടുക്കുമ്പോൾ കുറച്ചൊന്ന് കട്ടി കുറഞ്ഞ തുണി നോക്കി എടുക്കുക കേട്ടോ. ഇത് ഇത്തിരി അത്യാവശ്യം കട്ടിയുള്ള ക്ലോത്താണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ബ്രൊക്കേഡിൻ്റെ പോലത്തേക്ക് ബ്ലൗസ് പീസ് ഇല്ലേ, അതുപോലത്തെ തുണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പക്ഷേ എനിക്ക് അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നവർ കുറച്ചൊന്ന് കട്ടി കുറഞ്ഞ തുണി ഇതുപോലെ ക്രോസാക്കി കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു 4 ഇഞ്ച് വിട്ട് ഈ ഒരു ബോർഡർ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം ബോർഡർ കൊടുക്കുമ്പോഴത്തേക്കും ഫ്രണ്ടിലും ബാക്കിലും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എങ്കിലാണ് ആ ഒരു അംബ്രല്ല നല്ല ഫ്ലെയർ ആയിട്ട് കിടക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇനി ഇത് അകത്തേക്ക് മടക്കി നമ്മുടെ നല്ല വശത്തേക്ക് സ്കർട്ടിൻ്റെ നല്ല വശത്തേക്ക് ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഒട്ടും വലിച്ചു പിടിക്കാതെ കറക്റ്റായിട്ട് മടക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ആ ഒരു ബോർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നെക്കിലും ഇതുപോലെ തന്നെ ബോർഡർ കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ചുറ്റിനും ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നെക്കിൽ ഇതുപോലെ സിമ്പിളായിട്ടുള്ളൊരു ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതുപോലെയൊക്കെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ നല്ല ക്യൂട്ടായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് പാനൽഡ് കുർത്തി ചെയ്യുന്നതിനെക്കാട്ടിലും ഒന്നുകൂടെ സിമ്പിളാണ് ഇങ്ങനെ ചെയ്യാനായിട്ട്. കാണാൻ നല്ല ഫ്ലെയറിൽ കിടക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഒരു താഴത്തെ ഒരു ബോർഡറൊക്കെ ഇതുപോലെ കൊടുത്ത് ചെയ്യാന്നുണ്ടെങ്കിൽ കണ്ടോ, നമ്മുടെ ബോർഡറൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. സ്ലീവ്സിലും നമ്മൾ ഇതുപോലെ തന്നെ ഒരു 1/2 ഇഞ്ച് ബോർഡർ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സിസ്റ്ററിന് ഈ ഒരു ഡ്രസ്സ് കുറച്ചൊന്ന് ലൂസായിരുന്നു. അപ്പം നിങ്ങൾ കറക്റ്റ് ഫിറ്റിൽ തന്നെ ചെയ്തെടുക്കുക. അപ്പോഴാണ് അംബ്രല്ല കുർത്തി കാണാൻ നല്ല ഭംഗിയായിട്ടുള്ളത്. ആ ഒരു ഷേപ്പൊക്കെ നല്ല കറക്റ്റ് ഫിറ്റിൽ തന്നെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നാണ് കരുതുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്താണ് ബെൽ ബട്ടണിൽ ഓൾ തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമാണ് തുടർന്ന് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. Okay, bye. Thanks for watching.